വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിറ്റ്സ് ആൻഡ് ഗോപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്താണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതൊരു ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വേണം ഒരു വീഡിയോ ചെയ്യാനായിട്ട്. ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് എങ്കിലും മിനിമം വേണം. അതല്ലെങ്കിൽ വീഡിയോസ് കുറച്ച് മേക്കപ്പ് വീഡിയോസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കൂടുതലൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു റിംഗ് ലൈറ്റും മസ്റ്റ് ആയിട്ടും വേണം. പിന്നെ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നമുക്കൊരു മൈക്ക്, ഒരു കുട്ടി മൈക്കെങ്കിലും വേണം അല്ലേ. അപ്പോൾ ഇത് മൂന്നും ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ആർക്കും വാങ്ങിക്കാവുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്രോഡക്ട്സിന്റെ അൺബോക്സിങ്, അതുപോലെ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. സോ ബിഗിനർ ആണ് എങ്കിൽ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, സോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോംബോ പാക്കാണ്. ഇത് ഡിജിടെക് എന്ന കമ്പനിയുടെ LED റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡ് സ്റ്റാൻഡാണ്. അപ്പോൾ ഒരു കോംബോയിൽ തന്നെ നമുക്കിത് രണ്ടും കിട്ടുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ പവർ ഔട്ട്പുട്ട്, അതുപോലെ കൂൾ ടെമ്പറേച്ചർ, വാം ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തിരിച്ചു നോക്കാം. അപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് വേറെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഔട്ട്പുട്ട്, ഇൻപുട്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ നിന്ന് തന്നെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ MRP പ്രൈസ് കൊടുത്തിട്ടുള്ളത് 2995 രൂപയാണ് കേട്ടോ. നമുക്കിത് ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. 1565 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. പാക്കേജിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എനിക്കിത് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ഡാമേജും ഉണ്ടായിരുന്നില്ല. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇതാണ് റിംഗ് ലൈറ്റ് വരുന്നത്. ഇത് 12C റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടി ഇൻസ്ട്രക്ഷൻ മാനുവലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ സ്റ്റാൻഡും ലൈറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ പ്ലാസ്റ്റിക് ആണ്, ഗ്ലാസ് അല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഹോൾഡർ, അതായത് ഫോണൊക്കെ വെക്കാനായിട്ട് ഒരു ഫോണിൻ്റെ ഒരു ഹോൾഡറും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പുറത്തുനിന്നുള്ളത്. ഇനി ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫൂട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫൂട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 3 ടൈപ്പ് ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ ഈ ഒരു നോബ് തിരിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനും കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. ഇതേപോലെ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയനനുസരിച്ച് നമുക്കിത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫൂട്ടിൻ്റെ അടിയിലായിട്ട് ഒരു ഷൂ ടൈപ്പ്, അതായത് ഒരു റബ്ബറിൻ്റെ ഷൂ ടൈപ്പ് സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വെച്ചാലും ഇങ്ങനെ നീങ്ങിയൊന്നും പോവില്ല, നല്ല ഫേമായിട്ട് നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഫൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് ഇതിനെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പ് ഉണ്ട്. അത് കാണാം. നമ്മുടെ ട്രൈപോഡിൻ്റെ ഹൈറ്റ് തീരുമാനിക്കുന്നത് ഈ 4 ക്ലാമ്പുകളാണ് കേട്ടോ. ഇതിനെ നമ്മൾ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലാമ്പ്സ് എന്നാണ്. അപ്പോൾ ഇത് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ വെച്ച് ഇതേപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ടൈറ്റായി നിന്നോളും. അപ്പോൾ അതേപോലെ നമുക്ക് മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട്. ആ 4 ക്ലാമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. അപ്പോൾ നമുക്ക് 6 ഫീറ്റ് വരെ നമുക്ക് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് ടു ബോട്ടം ആയിട്ടുള്ള എല്ലാ ഷോട്ടുകളും നമുക്കിത് യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ്റെ മുകളിലായിട്ട് ഒരു സ്ക്രൂ കാണാം. ആ സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഇതിൻ്റെ മുകളിൽ റിംഗ് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയിൽ നമ്മുടെ റിംഗ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് നല്ല സ്റ്റഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റിംഗ് ലൈറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കണ്ടില്ലേ ഈ ഒരു സ്ക്രൂ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഹോളിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് ആ ഹോള്. ആ ഹോളിലോട്ട് ഈ സ്ക്രൂ വെച്ച് നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല സ്ട്രോങ്ങും ആണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയേ അല്ല. ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മാനുവലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചതിന് ശേഷം നമുക്ക് എത്ര ഹൈറ്റ് വേണോ ആ ഹൈറ്റിലേക്ക് നമുക്കിത് ഉയർത്തും താഴ്ത്തുമൊക്കെ ചെയ്യാം. നമുക്ക് ക്ലീൻ ആയിട്ട് എല്ലാ രീതിയിലുള്ള ഷോട്ട്സും ഇതിലെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ റിമോട്ടാണ് കേട്ടോ. നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിമോട്ട്. ഈ ഒരു റിമോട്ടിൽ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ, മൈനസ് ബട്ടൺ, അതായത് നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ബട്ടൺസാണത്. പിന്നെയുള്ളത് നമ്മുടെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് വർക്ക് ആവുന്നതൊക്കെ ഞാൻ അടുത്തത് കാണിച്ചു തരാം. ഇനി ഇത് പവർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജറിൻ്റെ അഡാപ്റ്ററാണ്. ഇതിലോട്ട് നമ്മുടെ ഈ ഒരു പിന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം.
അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിംഗ് ലൈറ്റിൻ്റെ പെർഫോമൻസും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമുക്കതിൽ മൊത്തത്തിൽ 3 മോഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ വൺ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിറ്റിൽ വാം, തേർഡ് എന്ന് പറയുന്നത് വാം മോഡ്. അങ്ങനെ 3 മോഡ്സാണ് നമുക്ക് അവർ തരുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോ ടൈപ്പ് അനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമുക്ക് ഈ മോഡ്സൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ ഏത് മോഡാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്കിതിൽ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് കൂടിയേ തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ക്ലാരിറ്റി കൂട്ടാനും അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കുട്ടി മൈക്കാണ്. ഇത് മാനോ എന്നുള്ള ബ്രാൻഡിൻ്റെ ലാവലിയർ മൈക്രോഫോൺ ആണ്. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല പാക്കേജിംഗ് ഒക്കെയാണ്. എല്ലാ മൈക്കും വരുന്നത് പോലെ തന്നെ ഇതുപോലെ ഒരു പൗച്ചിലൊക്കെ തന്നെയാണ് വരുന്നത്. ഈ പൗച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മൈക്കിന് പുറമേ കുറച്ച് സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു മൈക്ക് ഏകദേശം 1.5 മാസമായി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന്. ഒരുപാട് നോയ്സ് ഒന്നും ക്യാൻസൽ ചെയ്ത് പോകുന്നു ഞാൻ പറയില്ല. പക്ഷേ കിട്ടാവുന്നതിൽ വെച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു മൈക്ക് തന്നെയാണ് ഇത് കേട്ടോ. അതിലൊരു സംശയം വേണ്ട. ഇതിനും താഴ്ന്ന രീതിയിൽ പ്രൈസ് കുറവിനൊക്കെ നമുക്ക് ഒരുപാട് ലോക്കലായിട്ടുള്ള മൈക്കുകൾ നമുക്ക് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടുമെങ്കിലും ഇത്രയും കമ്പനിയും പ്രൊഡക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം കിട്ടുന്നത് ഈ ഒരു പ്രൈസിൽ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടർ യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കോളർ ക്ലിപ്പ് 2 കിട്ടുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിലെല്ലാം വെക്കാനായിട്ട്. പിന്നെ ഒരു TRS പിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. ഒരുപാട് മൈക്ക് സെറ്റുകൾ നമ്മൾ മേടിച്ചാലും നമുക്ക് ചില മൈക്ക് സെറ്റിലൊന്നും നമുക്ക് ഈ TRS പിന്ന് കിട്ടില്ല. അത് വെച്ച് നമുക്ക് നമ്മുടെ ക്യാമറയിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമുക്കിത് വെക്കാം. പക്ഷേ അതും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുള്ളത് നല്ല കാര്യമല്ലേ. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വർത്ത് ഫോർ ദ മണി എന്ന് തന്നെ പറയാം. സോ മൊത്തത്തിൽ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഒരു സെറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ട്രൈപോഡ് ആണെങ്കിലും റിംഗ് ലൈറ്റ് ആണെങ്കിലും നല്ലത് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇല്ല നിങ്ങളൊരു മിഡ് ലെവലിൽ നിൽക്കുന്ന ഒരു യൂട്യൂബർ ആണ്, ഫ്രഷർ ആണ്, അധികം പൈസയൊന്നും നമുക്ക് ഇതിനു വേണ്ടി മുടക്കാനായിട്ട് ഇല്ലെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് വിത്ത് ട്രൈപോഡ് ആണെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഒരു നല്ലൊരു ട്രൈപോഡ് ഓൾറെഡി ഉണ്ട്, ഒരു DSLR ക്യാമറ അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് മാത്രം എടുത്തിട്ട് നമ്മുടെ നല്ലൊരു ട്രൈപോഡ് ഉണ്ടല്ലോ അതിലോട്ട് വെച്ചിട്ട് മൗണ്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ മൗണ്ടിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്കിത് മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യട്ടോ. അപ്പം ഇതൊരെണ്ണം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 300 to 400 റുപ്പീസിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നല്ല മൈക്ക് തന്നെയാണ് ഇതും. ഇനി ഒരുപാട് വോയിസ് ക്യാൻസൽ ചെയ്ത് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും. അതെന്തായാലും നമ്മൾ കൊടുക്കുന്ന മണിക്ക് വാല്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ച് നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 മന്ത്സായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഇതേപോലെ തന്നെ ഞാൻ ബോയയുടെ മൈക്കും യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല തന്നെയാണ് കേട്ടോ. സോ എന്നെ പോലെ തന്നെ ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മൈക്ക് വേണം, ഒരു ട്രൈപോഡ് വേണം, അതുപോലെ ലൈറ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അവർക്ക് പറ്റാവുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാവുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പൊ ഉറപ്പായിട്ടും മേടിച്ചോളാം, ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.